ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വായി തോന്നുന്ന പൊട്ടത്തരം ഇവിടെ വന്ന് വിളിച്ചു പറയുന്നതിന് മുൻപ് അതൊക്കെ ഓർക്കണമായിരുന്നു. അതെ, നിങ്ങൾ അമ്മയെ കുറ്റപ്പെടുത്തണ്ട. അമ്മയ്ക്കൊരു അബദ്ധം പറ്റിയതാ അല്ലേ അമ്മ? ഞാൻ മനഃപൂർവ്വം തന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് താനാണ്. കുഞ്ഞിന്റെ കാര്യവും താൻ തന്നെ മാനേജ് ചെയ്യുന്നേ. അതെ, നിങ്ങൾ എന്നെ താലി കെട്ടി ഇവിടെ കൊണ്ടുവന്ന അന്ന് മുതൽ ഈ വീട്ടിലെല്ലാം ഞാൻ തന്നെയാ ചെയ്യുന്നേ. നിങ്ങൾ ആരുടെ കൂടെ വേണമെങ്കിലും നടന്നോ, എവിടെ വേണമെങ്കിലും പോയിക്കോ. കൂടെ ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പോരെ? ഞാനും എന്റെ മോള് നിങ്ങൾക്കൊരു പ്രശ്നമല്ലല്ലോ. ഇന്ന് മുഴുവൻ ഞാൻ അനുഭവിച്ച ടെൻഷൻ, ഓരോ നിമിഷവും കുഞ്ഞിന്റെ ചൂട് കൂടുന്നതും അതിന്റെ ഹൃദയമെടുപ്പ് കൂടുന്നതും ശ്വാസം വിടാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നതും ഒക്കെ കണ്ട് ഞാനിവിടെ നെഞ്ചു വിറങ്ങലിച്ചിരിക്കുമ്പോ എന്റെ കോള് പോലും എടുക്കാതെ ഏതോ ഒരുത്തിയുടെ കൂടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും താനത് വിശ്വസിക്കില്ല. വിശ്വസിക്കാം, നിങ്ങൾ പറയുന്ന എല്ലാം ഞാൻ വിശ്വസിക്കാം. പറ, ആരാ സ്ത്രീ? അത് പറയാൻ പറ്റുന്നില്ല അല്ലേ? നിങ്ങളുടെ മുഖം താഴ്ന്നല്ലോ, അതിനർത്ഥം നിങ്ങൾ എന്നോട് തെറ്റ് ചെയ്തു തന്നെയാ. ഇനി എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. എന്നോട് കള്ളം പറയുന്നതും വിശ്വാസവഞ്ചന കാണിക്കുന്നതും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. മടി. അർച്ചനെ, ഇത് ആരാ വന്നിരിക്കുന്നെന്ന് നോക്ക്. സുഖാണല്ലോ സേതോട്ടാ. അമ്മേ, അർച്ചന എവിടെ? ഇപ്പൊ വരും. മീരെ, സുഖമല്ലേ? എന്താ കുടിക്കാൻ എടുക്കണ്ടേ? കുടിക്കാൻ ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങളിപ്പോ വന്ന് കേറിയതല്ലേ ഉള്ളൂ. അനൂപ് എവിടെ? അവൻ രാവിലെ ഓഫീസിലേക്ക് പോയിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ സേതുവേട്ടാ, ഞാൻ വന്നതേ ഒരു കാര്യം പറയാൻ വേണ്ടിയാ. ഞാനിങ്ങനെ പറയുന്നതില് സേതുവേട്ടൻ വിഷമമൊന്നും തോന്നരുത്. അന്ന് അച്ഛന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് നമ്മള് നെല്ലിശ്ശേരി വെച്ച് നടത്താമെന്നല്ലേ തീരുമാനിച്ചിരുന്നത്? അതെ, അതിനെന്താ, നമുക്കത് ഉടനെ നടത്താലോ. അന്ന് സേതുവേട്ട നിർബന്ധിച്ചോണ്ടാ നെല്ലിശ്ശേരി വെച്ച് ആ ചടങ്ങ് നടത്താമെന്ന് ഞാൻ സമ്മതിച്ചത്. ഇപ്പോ സാഹചര്യങ്ങളൊക്കെ മാറിയല്ലോ. ഇപ്പൊ എന്ത് സാഹചര്യം മാറിയത്? നൂലുകെട്ട് നമുക്ക് ഇവിടെ വെച്ച് നടത്താം.
ജോത്സ്യനെ കണ്ടൊരു നേരം കുറിച്ചാ മതി അല്ലേ അച്ഛാ? നാളെ തന്നെ അതിനുള്ള ഏർപ്പാട് ചെയ്യാം. അതല്ല, ഞാനിപ്പോ പറഞ്ഞു വരുന്നത് ഇതിപ്പോ നെല്ലിശ്ശേരി വീട് ഇതല്ലല്ലോ. അപ്പൊ പിന്നെ ഇവിടെ വെച്ച് നടത്തുന്നേക്കാൾ നല്ലത് നമുക്ക് വൃന്ദാവനത്തിൽ വെച്ച് നടത്തുന്നതല്ലേ? ഇത് വാടക വീടായതുകൊണ്ടാണോ കമല ഇങ്ങനെ പറയുന്നത്? അയ്യോ, അത് അങ്ങനെ ചോദിച്ചാ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ സേതുവേട്ടാ. വാടക വീട്ടിൽ വെച്ച് നൂലുകെട്ട് നടത്തുന്നത് കമലയ്ക്ക് കുറച്ചിലാണല്ലേ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും, ഞാൻ സേതുവേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല. മനസ്സിലായി. അമ്മ ഇക്കാര്യം അനൂപേട്ടനോട് സംസാരിച്ചിട്ടാണോ ഇവിടെ വന്നിങ്ങനെ പറയുന്നേ? അത് മീരടുത്ത് ഇത് പറയാനാണോ അമ്മയ്ക്ക് കൂട്ടുവന്നത്? അയ്യോ, ഞാനൊന്നും അറിഞ്ഞില്ല. ഇവിടെ വരുന്നത് വരെ എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. എന്നോട് കൂടെ വരാൻ പറഞ്ഞു, ഞാൻ വന്നു, അത്രേ ഉള്ളൂ. അത് ഇവിടെ ഉള്ളവരെ ഇൻസൾട്ട് ചെയ്യാനാണോ അമ്മ ഇങ്ങോട്ടേക്ക് വന്നത്? അയ്യോ, അമ്മയോട് ആരാ പറഞ്ഞേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? മോളെ, അത് ഞാൻ അമ്മയ്ക്ക് ഞങ്ങളെല്ലാം ഇപ്പൊ വാടക വീട്ടിൽ താമസിക്കുന്നവരാണ് എന്ന് തോന്നലുണ്ടോ? ഛേ, എന്റെ മോളെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നെല്ലിശ്ശേരി വെച്ച് നടത്താൻ പറ്റിയില്ല, അതുകൊണ്ട് വൃന്ദാവനത്തിൽ വെച്ച് നടത്താം എന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അമ്മ പറഞ്ഞ ആ അഭിപ്രായം അച്ഛൻ എന്തുമാത്രം ഇൻസൾട്ടിംഗ് ആയിട്ടുണ്ടെന്ന് അമ്മയ്ക്കറിയോ? യോ, എന്റെ പൊന്ന് സേതുവേട്ടാ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ശ്ശോ, ഇവള് പറയുന്നത് പോലെ ഞാൻ സേതുവേട്ടനെ വിഷമിപ്പിക്കണമെന്ന് സത്യത്തിൽ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ദാ, സേതുവേട്ടന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോടങ്ങ് ക്ഷമിച്ചേരു. വായി തോന്നുന്ന പൊട്ടത്തരം ഇവിടെ വന്ന് വിളിച്ചു പറയുന്നതിന് മുൻപ് അതൊക്കെ ഓർക്കണമായിരുന്നു. അതെ, നിങ്ങൾ അമ്മയെ കുറ്റപ്പെടുത്തണ്ട. അമ്മയ്ക്കൊരു അബദ്ധം പറ്റിയതാ അല്ലേ അമ്മ? അബദ്ധം പറ്റിയതായാലും അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അമ്മ മേലിൽ ഇവിടെ വന്ന് സംസാരിക്കരുത്. അമ്മേ, എന്റെ ഭർത്താവും കുടുംബവും എവിടെയാണോ താമസിക്കുന്നത് അതാണ് എന്റെ വീട്. അത് വാടക വീടായാലും സ്വന്തം വീടായാലും അതിനപ്പുറത്തേക്ക് എനിക്ക് മറ്റൊന്നുമില്ല. അമ്മ ഈ പറഞ്ഞത് അച്ഛനെ അപമാനിക്കുന്നതിന് തുല്യായിപ്പോയി. ഞാൻ അതൊന്നും ആലോചിച്ച് പറഞ്ഞതല്ല. സേതുവേട്ടനെ അപമാനിക്കുന്ന രീതിയിൽ ഞാൻ മനഃപൂർവ്വം എന്തെങ്കിലും പറയുന്ന സേതുവേട്ടന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അമ്മ ഇനി കിടന്ന് ഉരുളൊന്നും വേണ്ട. പറഞ്ഞ വാക്കുകളൊന്നും തിരിച്ചെടുക്കാനും പറ്റില്ല.